ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ചയ്ക്ക് തന്നെയാണ് കേട്ടോ, ഉച്ചയ്ക്കത്തെ ഫുഡ് ഐറ്റംസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമുക്കൊരു 3 അയില കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം പൊട്ടയായിരുന്നു, കുറച്ച് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കുഴപ്പമില്ല, നല്ല വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ തലയും വാലും ഇട്ടിട്ട് നമുക്കൊരു കറി വയ്ക്കാം. നാളികേരം അരച്ചിട്ട് തേങ്ങ അരച്ച കറി വയ്ക്കാം. ബാക്കി കുറച്ച് വറക്കാനും ഓരോ കഷ്ണം നമുക്ക് വറക്കാനും എടുത്ത് വയ്ക്കാം. അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മുളക് കറി ഇപ്പോൾ കുറച്ച് അധികം ആയില്ലേ വെക്കുന്നു, അപ്പോൾ അത് കാരണം. അപ്പോൾ നമുക്ക് നാളികേരം അരച്ചിട്ട് വെക്കുകയും ചെയ്യാം, മീൻ വറുക്കുകയും ചെയ്യാം. ഒന്ന് കുഞ്ഞതായിട്ടുള്ള സംഭവങ്ങൾ, ഉപ്പേരിക്കൊന്നുമില്ല. പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കിന്ന് വാങ്ങിയിട്ട് വേണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കാര്യങ്ങളൊന്നും ഞാൻ റെഡി ആക്കിയിട്ടില്ല കേട്ടോ. എന്നൊരു 8:10 പോകാൻ ഇങ്ങനെ പോയതാ. അമ്മ തന്നെ വന്നു പോയതിൻ്റെ ഒരു ഉഷാറില്ല. പെട്ടെന്ന് വന്നിട്ട് പോവുകയും ചെയ്തു. വേഗം പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത് കാരണം അതിൻ്റെ ഒരു എല്ലാവർക്കും ഉണ്ടാവില്ലേ, നമ്മുടെ അമ്മമാരൊക്കെ വീട്ടിൽ വന്ന് പോയി കഴിഞ്ഞൊരു എന്തോ ഒരു വിഷമം. സംഭവം ഒന്നുമില്ല, അവിടുന്ന് ഇപ്പോൾ ഒരു 10 മിനിറ്റ് പോയി കാണാവുന്നതുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെ കാണാൻ പോകാനും പറ്റണില്ല എന്നുള്ളതാണ്. തിരക്ക് ഈ ഒരു തിരക്കിൻ്റെ ഇതുകൊണ്ട് ഒന്നിനൊരു ഒക്കെ കഴിഞ്ഞിട്ട് അവിടേക്ക് എത്തുമ്പോൾ അമ്മ ഫ്രീ ആവില്ല. അവിടെ എല്ലാവരും കുട്ടികളും എല്ലാവരും ഒക്കെ പഠിക്കുന്ന സമയമൊക്കെ അഥവാ എനിക്ക് വൈകുന്നേരം കൂടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും അപ്പം നമുക്ക് വേണ്ടിയിരുന്നില്ല എന്നാവും. എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വിചാരിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മയും കൊണ്ട് വളാഞ്ചേരി പോകണം, എന്തെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കും. നമുക്കങ്ങനെ വലിയ ഇതെന്തെങ്കിലും കൂടെ സാരിയോ മാക്സിയോ അങ്ങനെ കുട്ടി എന്തെങ്കിലും അപ്പയ്ക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട്. ഈ പിറന്നാളിന് ഒന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല, പായസം വെച്ച് കൊടുത്തു, അത്ര തന്നെ ഉള്ളൂ. നമുക്കൊരു ദിവസം ഇനിയിപ്പോൾ പിള്ളേർക്ക് എക്സാമും ആയി, പരീക്ഷയായ കാരണം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂജയ്ക്ക് പഠിക്കാനുണ്ടാവും. അപ്പം ആകെ തിരക്കും ബഹളാവും. പിന്നെ ഷാജേട്ടൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയണ കാര്യമല്ലേ, ഒരു നേരമാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വീട്ടിലൂടെ പരിപാടി തന്നെ നോക്കാം. നമുക്കൊരു ദിവസം പോയിട്ട് എടുത്ത് വാങ്ങിക്കൊടുക്കാം, അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. അതാണ് അങ്ങനെ. ഇനി ഇഞ്ചി വെളുത്തുള്ളി കാര്യം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്താക്കാം, വേഗം കറി വെക്കണം, ഫുഡ് കഴിക്കണം. ഇന്ന് നല്ലോണം നേരം വരികയും ചെയ്തു. അപ്പോഴേക്ക് ചേച്ചി വിളിച്ചു, ചേച്ചിയോട് സംസാരിച്ചിരുന്നു കുറേ നേരം കേട്ടോ. അത് കഴിഞ്ഞ് അമ്മ വിളിച്ചു, അമ്മോട് അങ്ങനെ കോള് വരുമ്പോൾ പിന്നെ ഇപ്പോൾ അവർ വിളിക്കുമ്പോഴല്ലേ നമുക്ക് ഇതുണ്ട് അതുണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പം പറ്റണതല്ല, അങ്ങനെ ഞാൻ സംസാരിച്ചോണ്ടിരുന്നത് അങ്ങനെ ഇരിക്കും. പിന്നെയൊക്കെ അത് 1 മണിക്കൂർ 2 മണിക്കൂറാണെന്നൊന്നും നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരോട് അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ചടപ്പ് തോന്നില്ല. എല്ലാവരോടും അവരെ കാര്യങ്ങൾ കേൾക്കാൻ നമുക്കൊരു അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പറയാനൊക്കെ ഉണ്ടാവുമല്ലോ. അതങ്ങനെ ഇരുന്നിട്ട് ഐസ് ഫ്രീസറിൽ വെച്ചിരുന്നു കേട്ടോ. നല്ല നൈറ്റ് കൊണ്ടുവന്നത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ, നേരെ ആക്കിയ മീനായിരുന്നു. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചിട്ട് വെട്ടി ഇങ്ങനെ മുറുക്കിയൊക്കെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഐസ് പോവാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണ്. മണിക്കൂർ നേരമായിട്ടും എനിക്കതിൻ്റെ ഓർമ്മയില്ല. ഞാൻ പുള്ളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ചേച്ചി വിളിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ സംസാരിച്ച് അമ്മ വിളിച്ചു. വലിയൊരു നായ, പട്ടി. ഇതിനകത്ത് നമുക്ക് പകല് ലൈറ്റ് മറ്റേ റെഡ് ലൈറ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് പറഞ്ഞോളൂ, ഇതിന് ജനലും കാര്യങ്ങളൊന്നും, ഒരു റൂമിൻ്റെ ഉള്ളിലൊരു കിച്ചൺ പോലെയാണ് അത്. ഇപ്പോൾ ശ്വാസം കിട്ടില്ല, ഡോറൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചൂടാവുകയും ചെയ്യും. അടുക്കളയിൽ സ്വതവേ ചൂടാണല്ലോ, അപ്പോൾ നമുക്ക് കാറ്റ് കയറാനെന്നുള്ള സ്ഥലമല്ല. വാതിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ വല്ല പട്ടി പൂച്ചോ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമെന്ന് മേടിച്ചിട്ട് ഞാൻ മിക്കതും വാതിൽ തുറക്കില്ല കേട്ടോ, അടച്ചിട്ടിട്ട് തന്നെയാണ് ചെയ്യാറ്. ഇപ്പം പിന്നെ അടച്ചിടുമ്പോൾ ആ റിംഗ് ലൈറ്റ് വെക്കുമ്പോൾ ആകെക്കൂടെ ഒരു വെള്ളപ്പാല പോലെ തോന്നും, കൂടെ ഒരു വെള്ള കളർ ഞാൻ പറഞ്ഞല്ലോ ഊട്ടിയിലൊക്കെ പോയ പോലെ തോന്നും. അപ്പം അത് കാരണം ഞാൻ പകൽ വെക്കാറില്ല കേട്ടോ. അപ്പം ഞാൻ വാതിൽ തുറന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്ലിയർ ഉണ്ട് തോന്നണു. അപ്പം അങ്ങനെ ചെയ്യും. ഇതൊക്കെ പിന്നെ ഞാൻ മുന്നേ റെഡിയാക്കി വെക്കാറുള്ളതാട്ടോ, വീട് വെക്കണതിന് മുന്നേ. നിന്നിട്ട് ഇനി അതിന് നേരം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്നിപ്പോൾ ഒന്നിനും നേരം കിട്ടിയില്ല. ഉള്ളിയുടെ ഒക്കെ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ചെറിയ ഉള്ളി എല്ലാം തീർന്നതിന് ശേഷമാണ് ചെറിയ ഉള്ളി പിന്നെ അടുത്തത് വാങ്ങുന്നത്. വെച്ചാൽ പിന്നെ ആ ചെറുത് അങ്ങനെ വെക്കും, എടുക്കാൻ മടിയാവും. ഇതില്ലെങ്കിൽ നമ്മളത് എടുക്കുമല്ലോ. മറ്റേത് ഉണ്ടെങ്കിൽ വലുതൊന്നും കൈക്ക് പോരില്ല, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ ഉള്ളിയൊക്കെ ഞാൻ തലേദിവസം ഉണ്ടാക്കി വെക്കാറാട്ടോ. അപ്പോൾ സ്കൂളിൽ ഇപ്പോൾ എക്സാമൊക്കെ ഉള്ള കാരണം ഇവർക്ക് അങ്ങനെ രാവിലെ ഉച്ചയ്ക്ക് കഴിച്ചിട്ട് പോകണം. ഇന്നിപ്പോൾ നേരത്തെ പോയ കാരണം കഴിച്ചിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തിനാ ഞാൻ വെറുതെ ഇവിടെ തന്നെ ചെയ്യുന്നത്, കഴിക്കണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മെല്ലെ ചെയ്യാമെന്ന് വിചാരിക്കും. പിന്നെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ, എനിക്ക് വേണ്ടിയിട്ടല്ലേ. എനിക്ക് പിന്നെ എപ്പോൾ കഴിച്ചാൽ എന്താ. പിന്നെ രാത്രി അവർ വരുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ വൈകി വെക്കുകയാണെങ്കിൽ പിന്നെ ഷാജേട്ടൻ അവിടുന്ന് രാത്രി കഴിച്ചിട്ട് വരില്ല, ഇവിടെ ഒന്ന് കഴിച്ചാൽ മതി, കേട് വരില്ലല്ലോ, ഫുഡ് പൊട്ടയോ പോയില്ലല്ലോ.
അപ്പോൾ അവരുടെ വരുന്ന കറക്റ്റ് ടൈമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് കരുതി വെക്കാനും ചില ദിവസങ്ങളിൽ പറയുമ്പോൾ നമ്മൾ കരുതി വെക്കും, അവിടുന്ന് വിളിക്കും. അപ്പോൾ നമുക്ക് അറിയാം ഇപ്പോൾ ചോറ് മാത്രം വെച്ചാൽ മതിയാവും. അപ്പോൾ വേഗം കുക്കറിൽ ഇട്ടിട്ട് അതങ്ങ് റെഡി ആക്കും. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നാളികേരം, അതിലേക്ക് നാളികേരം തേങ്ങ എന്നൊക്കെ രണ്ടുണ്ട് നാവിൽ വരണ്ട കേട്ടോ. എന്തായാലും സംഭവം രണ്ടും ഒന്നാ. അപ്പോൾ നമുക്ക് തേങ്ങ അരച്ചിട്ട് റെഡിയാക്കാം. എന്നിട്ട് വേഗം കറിക്കുള്ളത് സെറ്റ് ചെയ്യാം കേട്ടോ. മുളക് പുരച്ചേക്കും ചെയ്യാം. വറക്കാളിലേക്ക് നമുക്ക് മുളകൊക്കെ പുരട്ടി റെഡിയാക്കിയിട്ട് കറിക്ക് നിൽക്കാം. അപ്പോൾ പിന്നെ അതിലേക്കുള്ള എരിവും ഇതൊക്കെ പിടിച്ചോളല്ലോ. ഇതൊന്ന് കളയട്ടെ, ഇതൊന്ന് കഴുകുകയും ചെയ്യട്ടെ കേട്ടോ. എന്നിട്ട് വരാം. അപ്പോൾ ഇനി കറിക്കുള്ള നാളികേരം അരയ്ക്കാം. ഇതിലേക്ക് ഞാനൊരു പിടി എടുത്തിട്ടുള്ളൂ കേട്ടോ. നമുക്ക് അധികം കറി വേണ്ട, പിറ്റേസൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകയില്ല. അപ്പോൾ ഞാൻ തന്നെ കൂട്ടി തീർക്കണം. നാളികേരം ഇട്ടിട്ടുണ്ട്, 2 ചെറുള്ളി, പിന്നെ ഒത്തിരി പെരുംജീരകം, 2 വെളുത്തുള്ളി, ഇതെല്ലാം ഇട്ടിട്ട് പിന്നെ ഇതിനിടയ്ക്കൊരു കളിക്കുക മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മുളക് പൊടി. ഞാൻ അതിനകത്ത് മല്ലിപ്പൊടി ഇടണമല്ല കേട്ടോ. മല്ലിപ്പൊടി ഇടണമെങ്കിൽ ഇടാം, ഏതിനനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. ഇതൊരു നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക. പച്ചമാങ്ങ ഇടാൻ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാ. നമുക്ക് മാങ്ങ ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പുളി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അരക്കട്ടെ കേട്ടോ. അരഞ്ഞോട്ടെ, അത് റെഡിയായി സെറ്റായിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് ആക്കി അരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല, ഇത് കൊണ്ടുവയ്ക്കാം. ഇത് തുറക്കട്ടെ കേട്ടോ. ഇനി മീൻ വറക്കാനിലേക്കുള്ള പരിപാടി നോക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. അതിൻ്റെ ഇടയിൽ ഒരു കള്ളത്തരല്ല ഒരു കാര്യം ചെയ്യാൻ വിട്ടു. ഇനിയിപ്പോൾ എനിക്ക് ആ മുട്ടി എടുക്കാൻ വയ്യ. അപ്പോൾ നമുക്ക് പ്ലേറ്റിൽ നിന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതക്കട്ടെ. കാണണ്ടോ? അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ ചതച്ചിട്ടുണ്ട്. ഞാനതിൽ പകുതി നമ്മുടെ കറിക്ക് എടുത്ത് വെച്ചു, പകുതി നമ്മുടെ മീൻ വറക്കണയിലേക്ക് ഇട്ടു, പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടു. ഇത് നല്ലോണം പുരട്ടി മാറ്റി വയ്ക്കാം കേട്ടോ. എന്താ സെറ്റായിട്ടുണ്ട്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കത് പൊടിക്കാനുണ്ട്, അപ്പോൾ ഞാൻ പൊടിക്കാൻ വേണ്ടി മെനക്കെട്ടില്ല. ഇപ്പം ഇങ്ങനെ പോകട്ടെ. ഇപ്പോൾ കൂടെ നമ്മൾ നേരം വൈകി. ഇന്ന് രാവിലെ പുട്ടായിരുന്നു കേട്ടോ. പുട്ടും ഇന്നലെ രാത്രി ഇതിലേക്കൊരു കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. മത്തി അവർ വെറുതെ ഇട്ടെന്നാണ് തോന്നുന്നു. അപ്പം അത് വെച്ചിട്ട് ഞാൻ എന്താക്കി വെച്ചാൽ, അത് വെച്ചിട്ട് ഞാനല്ല, ഷാജേട്ടൻ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്ന് പുട്ടിലേക്ക് അത് റെഡിയാക്കി. അപ്പം അതുകൊണ്ട് ഇന്ന് കറി പുട്ടിലേക്ക് വേണ്ടി വന്നിട്ടില്ല, അതുള്ളതുകൊണ്ട് കേട്ടോ. ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടി എടുക്കാം. ചട്ടിയിൽ വയ്ക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചട്ടിയിലേക്ക് നമ്മൾ അരച്ചില്ലേ, അരപ്പൊഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് പാകത്തിന് പുളിയും കൂടെ പിഴിയട്ടെ കേട്ടോ. ആ പുളി വെള്ളം കൊണ്ട് നമുക്കതൊന്ന് ബാക്കി മൊത്തം അതൊന്ന് എടുക്കണേ. അരപ്പ് ഞാൻ മൊത്തം എടുത്തിട്ടില്ല. ഓക്കെ, ഈ ജാറ് കഴുകിയ വെള്ളം കൊണ്ട് മറ്റേ നമുക്ക് ബാക്കിയും കൂടെ ചെയ്യാം. നമുക്ക് എത്രയാണോ വെച്ചാൽ പാകച്ചാൽ ഇതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതിയല്ലോ. ഞാൻ ഇതൊക്കെ സെറ്റാക്കട്ടെ. ആ ഇലത്തലയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ മീൻ്റെ തല ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും കണ്ണൻകുട്ടിക്കും പൂജുട്ടിക്കും ഒക്കെ ഇഷ്ടമാണ്. ഞാനൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ ആകാട്ടിയാവും. എല്ലാവരും പറഞ്ഞേക്കും വേണമെന്നുള്ളത്. അപ്പം അത് കാരണം ഇനി അതിൽ പാകത്തിന് ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. പിന്നെ 2 പച്ചമുളക് നോക്കിയതാ, 2 അല്ല കേട്ടോ, 2-3 എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചില്ലേ, അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ തവാളി, സവാള എന്നുള്ളത് തക്കാളി
എനിക്ക് തക്കാളി പഞ്ചസാര ഇട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഉണ്ട തക്കാളി, നല്ല ടേസ്റ്റ് ഉണ്ട്. പുളിയൊക്കെ പാകാം കേട്ടോ. ഇത്തിരിയും കൂടെ വെള്ളം ഒഴിക്കാം. പക്ഷേ ചട്ടയായ കാരണം ഇത് വേഗം പറ്റില്ലേ. അപ്പോൾ ഒരു ലേശം വെള്ളം കൂടുതൽ ചട്ടയാകുമ്പോൾ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വെന്ത് വരുമ്പോഴേക്കും കറക്റ്റ് ഗ്രേവി ആവും. ഒരു പൊടിപ്പൊരി വെച്ചാൽ മതി. ഇനി നമുക്ക് ഫുഡ് കഴിക്കുമ്പോൾ എടുക്കാം. ഓ ഇത്രയും മതി. ഇത് തിളച്ച് വന്ന് മീൻ കഷ്ണം വേവുമ്പോഴേക്കും അത് കറക്റ്റ് പാകമായി പാവൂട്ടോ. ഞാൻ കത്തിക്കട്ടെ. കത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ മറ്റേ സാധനമില്ല, എന്തില്ല, തോക്കില്ല. അപ്പം ഞാൻ ഇതിങ്ങനെ ആക്കും. ഒലക്കൊടിയിലേക്ക് പേടിയാണ് ലൈറ്റർ വെച്ച് കത്തിക്കാൻ വേണ്ടിയിട്ട്. പൂജിട്ട് ഇങ്ങനെ കത്തിക്കും. എനിക്ക് പേടിയാണ്. കത്തോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തിളക്കട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇവിടെ ഇത് ചോറാട്ടോ. ചോറ് റെഡിയാക്കിയതാണേ. എന്തെങ്കിലും മാറ്റി വയ്ക്കട്ടെ. നമുക്ക് ഇതിനകത്ത് മീൻ വറക്കാൻ വേണ്ടിയിട്ട് കൂടെ വയ്ക്കാം. മീൻ വറക്കണതിൻ്റെ മുന്നേ ഒരു 2 പപ്പടം പൊട്ടിച്ച് കാച്ചാനുണ്ട്. പിന്നെ കൈപ്പങ്ങ കൊണ്ടാട്ടുണ്ട്, ഇന്നലെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുറച്ച് അവിടെ വറക്കാം. അപ്പം അതെടുക്കട്ടെ കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡിന് രണ്ടാമതൊന്നും വേണ്ട. മീൻ കറി ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. എന്നാലും ഞാൻ പിള്ളേരെ വരുമ്പോഴേക്കും അതും കൂടെ സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ പപ്പടം അങ്ങനെ ഇരുന്ന് മറക്കും ഞാൻ. അപ്പോൾ അതിനേക്കാൾ നല്ല നമുക്ക് അതും കൂടെ റെഡിയാക്കല്ലേ. അപ്പോൾ അത് സെറ്റ് ചെയ്യാം. ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ഇത് ചൂടായിട്ടുണ്ട്. വെണ്ണ ഒഴിച്ചു. ഇത് ചൂടായാൽ നമുക്കിതിലൊരു 2-3-4 പപ്പടം ഉണ്ട്. ഇത് പൊട്ടിച്ച് വറക്കാം. പിന്നെ കൈപ്പങ്ങ കൊണ്ടാട്ടം കടയിൽ നിന്ന് വാങ്ങിയതാട്ടോ. എനിക്കിത് ഭയങ്കര നല്ല ഇഷ്ടമാണ് ചോറിന് വേണ്ടിയിട്ട്. അല്ലാണ്ട് എനിക്ക് കൈപ്പങ്ങ പേര് ഇഷ്ടമാണ്, കൈപ്പങ്ങ അച്ചാർ ഇഷ്ടമാണ്. കൈപ്പങ്ങ ഇഷ്ടമില്ലാത്ത ആൾ അവിടെ പൂജിറ്റി മാത്രം കേട്ടോ. കണ്ണുകുട്ടിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. അവൾ കഴിക്കില്ല, അവൾക്ക് അതിൻ്റെ കയ്പ്പ് പിടിക്കില്ല പറയും. നമുക്കത് പിടിക്കും. എനിക്കിഷ്ടം അത് ഉള്ളിമുളക് കുത്തി വറുത്തിട്ടിട്ടുള്ള എന്താ പറയുക ഉപ്പേരിയൊക്കെ ഇഷ്ടമാണ്. എണ്ണ ചൂടാവട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്, പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നോക്കട്ടെ. ഇതങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മറക്കും. എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ കാര്യം ഓർമ്മ ഉണ്ടാവില്ല. അപ്പം അത് പൂത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സങ്കടമല്ല, എടുക്കാനും പറ്റില്ല. കണ്ണക്കുട്ടിക്ക് ഇന്നെക്കാട്ടിലും സങ്കടം കേട്ടോ. അവന് പപ്പടം കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പങ്കുല ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പം ഞാനത് പൊട്ടിട്ട് കാച്ചി വെച്ചാൽ അവന് ചോറുണ്ടപ്പോൾ കൊടുക്കാം. ഇതായിട്ടത് വറുത്ത് കൂടി ഇനി നമുക്ക് കുറച്ച് ഇതിടാം. എന്താ കൈപ്പങ്ങ കൊണ്ടാട്ടം ഫുള്ളൊന്നും വേണ്ട. എന്താ വെച്ചാൽ രാത്രി ആകുമ്പോഴേക്കും അത് വൈകുന്നേരം ആകുമ്പോഴേക്കും അത് ചതയും കഴിഞ്ഞാൽ ഇതായിപ്പോവും, തണുത്ത് പോവും. ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കൈപ്പങ്ങ കൊണ്ടാട്ടം ഞാൻ ഇതിലേക്ക് തന്നെ എടുത്തിടണം. ഇതിലും ഇതിലേക്ക് എടുക്കട്ടെ. എടുക്കട്ടെ. ഇനി വേപ്പിലിട്ട് കൊടുക്കുക. നമ്മുടെ മീൻ കഷ്ണങ്ങൾ പെറുക്കില്ല. ഇനി സിമ്പിളാകുമ്പോഴേക്കും നമുക്ക് മീനിൻ്റെ മീൻ കറിക്കുള്ള മീനൊക്കെ പറയാം. മീൻ കറിക്കുള്ള ഗ്രേവി തളിച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ കൂടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യുന്നു കേട്ടോ. ഓക്കെ, നമ്മുടെ കടന്നാവട്ടെ. കറി തളിച്ചിട്ടുണ്ട് കേട്ടോ. മീനിട്ട് കൊടുക്കേ. അയിലത്തല കേട്ടോ. തല അളിയനും കൊടുക്കാന്നാ പറയാം. അപ്പം അയിലത്തല ഞാൻ കളയില്ല. എന്തൊക്കെ വന്നാലും വീണ്ടും ഒരു തല ഞാൻ കളയില്ല. പിന്നെ അയിലത്തല പ്രത്യേകിച്ചും കളയില്ല. ഇതൊന്ന് തിളച്ച് വെന്ത് കുറുകി വരട്ടെ. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. മീൻ ഒരു ഭാഗമായിട്ടുണ്ടാവും കേട്ടോ. അത് മറച്ചിടുകയും കൂടെ ചെയ്യും. കഴിഞ്ഞാൽ എനിക്കൊന്നൊന്ന് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ട്. കുറച്ച് സമയം പെട്ടെന്ന് ഫാസ്റ്റാക്കി ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഗ്യാപ്പ് ഉണ്ടാവും. ഇപ്പം തന്നെ 2 മണിക്ക് കഴിഞ്ഞു കേട്ടോ.
ചായ കുടിക്കാൻ വൈകിയോണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ അവരൊന്നും ഫുഡ് കഴിക്കാൻ നിൽക്കണില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ കോളൊക്കെ വിളിച്ചിരുന്നത്. അപ്പൊ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇപ്പൊ ഒന്ന് ഫുഡ് കഴിക്കാൻ നിൽക്കില്ല. അതല്ലെങ്കിൽ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഒരു നമ്മൾ അന്നാളത്തെ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ, പരാഗന്ന് എടുത്തു തരുന്ന ഒരു തുണിയുടെ. അപ്പൊ അത് നമുക്ക് എന്താക്കാം, ഒന്ന് വെട്ടി വെക്കാം, പറ്റണ പോലെ സ്റ്റിച്ച് ചെയ്യാം. വെട്ടി വെച്ചാൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാൻ വലിയ പാടില്ല കേട്ടോ, പെട്ടെന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പൊ അതുകൊണ്ട് വെട്ടി വെക്കൽ കഴിച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി നോക്കണം. എന്നാ പിന്നെ അതാണ് കഴിഞ്ഞല്ലോ. ഇങ്ങനെ പീസ് ഇങ്ങനെ തുണി ഇങ്ങനെ കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും രാത്രിയെങ്കിലും ഇരുന്നിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കൽ കാരണം അതിനും പറ്റാത്തത്. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിലേക്ക് ഇരിക്കണം. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മിഷീൻ ഒന്ന് കേടുമായി. ഇപ്പം ഒന്ന് ഇങ്ങോട്ട് റെഡിയാക്കി വന്നിട്ടുണ്ടെങ്കിൽ തുന്നു. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ പാടുന്നൊന്നും അറിയില്ല. എന്തായാലും നമുക്ക് നോക്കി നോക്കാം. ഇത് അങ്ങോട്ട് ആവട്ടെ കേട്ടോ. ഈ കറി മീനാവുമ്പോഴേക്കേ മീൻ വറുക്കാൻ കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇത് ആവും. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇത് റെഡി ആയിക്കോളും. അപ്പോഴേക്കും ഞാൻ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പരിപാടി കഴിഞ്ഞില്ല, കുറച്ചേ ഉള്ളൂ. ഇത് കഴുകി കഴിഞ്ഞായപ്പോഴേക്കും നമ്മുടെ കറി മീൻ വറുക്കലും സെറ്റായി. മീനായിട്ടുണ്ട് കേട്ടോ, ഫ്രീ ആയിട്ടുണ്ട്. ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ഈ ഇതിൽ തന്നെ നമുക്ക് കറി വറുത്തിടുകയും ചെയ്യാം. ഓക്കെ, അത് വെക്കട്ടെ. ഇനി കൂടെ എണ്ണ ഒഴിക്കാം. കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ നമുക്ക് ലേശം ഉലുവ എടുക്കട്ടെ കേട്ടോ. റോഡല്ലേ, ഉലുവ പൊട്ടിച്ചു. വേപ്പിലി ചെറുള്ളിയും കൂടെ ഞാൻ വേപ്പിലുണ്ട്, ചെറുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇട്ടോ, ഉലുവ ഒന്ന് പൊട്ടട്ടെ കേട്ടോ. ഓക്കെ, നല്ല മൂത്ത് വരട്ടെ. ഇതുകൊണ്ട് ആക്കണ്ട. മാക്സിമം ഞാൻ ഈ സ്റ്റീലിന്റെ ഇതിനകത്തേക്ക് എടുക്കലല്ല കേട്ടോ. ഇങ്ങനെ ആക്കണില്ല, ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കണമായിരുന്നു. ഇതൊന്ന് മൂത്ത് വന്നാൽ നമുക്ക് കറിയിലേക്ക് തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ പരിപാടി കഴിഞ്ഞു. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പരിപാടിക്ക് നോക്കാം. ഒരു ഇങ്ങനെയൊക്കെ പുതിയതൊക്കെ ഉള്ള സംഭവം എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ എനിക്കത് ഇട്ടാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്യാനുള്ള ട്രെൻഡിങ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത്. ഇല്ലെങ്കിലും ഇങ്ങനെ ഇരിക്കില്ല. ഞാൻ രാത്രി എത്ര വൈകിയാലും ഞാനത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ടാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ പിന്നെ അതിന് നേരം ഉണ്ടായിരുന്നില്ല. ഇതിനെ കൂടെ ഓട്ടപ്പാച്ചിൽ ഹോസ്പിറ്റൽ കേസൊക്കെ കൂടെ ആയിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഒന്നെങ്കിലും റെഡി ആവട്ടെ, എന്നിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ഇനി പിന്നെ നമ്മൾ വൈകിക്കണ്ട. വെട്ടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നും ഇനിയിപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. അപ്പം അതങ്ങനെ അതിൻ്റെ ഓളത്തിൽ പോകില്ല. പിന്നെ അത് അങ്ങനെ ഇരിക്കും. മിഷീൻ കേടുവരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷീന് കുറേ മുന്നത്തെ മിഷീനാട്ടോ. അതിൻ്റെ ഒരു കഥ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഇതൊന്നും ആവട്ടെ. അതിന് പൂജ കണ്ണനും കൂടെ വേണം, അപ്പോഴേ രസം ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ എല്ലാം അബദ്ധം പറ്റിയപ്പോൾ കുറച്ച് ദിവസം മുന്നേ. അതാണ് വിഷയം. മിഷീൻ ഞാൻ കാണിച്ചു തരാം. മിഷീൻ ഒരുപാട് വർഷം മുന്നത്തെ പഴക്കമുള്ള അച്ഛനുള്ള സമയത്ത് ഞാനൊക്കെ 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ വാങ്ങിയ മിഷീനാണ്. ഒരു പണി നടക്കുക കൊണ്ട് മിഷീൻ അങ്ങനെ കാര്യമായിട്ട് ശ്രദ്ധിക്കാതെ കുറച്ചൊക്കെ ഇടേണ്ടി വരും. നമ്മളന്നൊക്കെ ഷീറ്റൊക്കെ ഇട്ടുള്ള വീട്ടിലൊക്കെ ആയിരുന്നല്ലോ പണ്ട്. അപ്പോൾ അത് കാരണം നമുക്കത് ഇടാനൊന്നുള്ള സ്ഥലമില്ല, അത്ര കിടക്കാൻ തന്നെ സ്ഥലമില്ല. പിന്നെ മിഷീൻ പുറത്താവും ഇടുണ്ടാവുക എന്നൊക്കെ. ഇത് മൂത്തിട്ടാ നമുക്കിത് തട്ടിക്കൊടുക്കാം. ഓക്കെ, നിറഞ്ഞിട്ടെല്ലാം കഴിഞ്ഞേ പെട്ടെന്ന് സെറ്റായി. അപ്പൊ മഴയൊക്കെ വന്നിട്ട് തുരുമ്പൊക്കെ പിടിച്ചിട്ട്, മഴയത്ത് വന്നിട്ട് തുരുമ്പ് പിടിച്ചിട്ടല്ല, അത് മഴയത്ത് ഇട്ടിട്ട് അങ്ങനെ വീട് പണിയാകുമ്പോൾ അങ്ങോട്ടും കൂടെ ഒക്കെ ഇട്ടിട്ട് അത് കുറച്ചൊക്കെ കേടുവരും. പിന്നെ അത് നേരാക്കും. അമ്മ സ്റ്റിച്ച് കിട്ടും അത്യാവശ്യം എല്ലാ കാര്യം. അമ്മ ചുരിദാറൊക്കെയാണ് അമ്മയ്ക്ക് വശമില്ലാത്ത. സാരി ബ്ലൗസ്, പിന്നെ അടുത്തുള്ളവരുടെയൊക്കെ മാക്സി ശരിയാക്കലും ഒക്കെ അമ്മയുടെ ബ്ലൗസ് തുന്നലൊക്കെ അമ്മ തന്നെയാണ്. അങ്ങനെ കണ്ടൊക്കെ പഠിച്ചതാട്ടോ ഞാൻ. ചുരിദാർ തുന്നാൻ അമ്മയ്ക്ക് അറിയില്ല. അതൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ കണ്ടിട്ടും യൂട്യൂബിലൊക്കെ കണ്ടിട്ട് നോക്കിയിട്ടൊക്കെ കേട്ടോ പഠിച്ചത്.
അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോയിട്ടൊന്നുമില്ല. നമ്മുടെയൊക്കെ ഇപ്പം എൻ്റെ ചുരിദാറും കാര്യങ്ങളും ഇതൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ നമ്മൾ വീട്ടിലിടുന്ന എല്ലാ സംഭവങ്ങളും സ്റ്റിച്ച് ചെയ്യണതാട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ, കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ റെഡിമെയ്ഡ് എടുക്കും. റെഡിമെയ്ഡ് എടുക്കാണ്ടിരിക്കൊന്നുമില്ല. പക്ഷേ വീട്ടിലൊക്കെ ഇടുന്ന സംഭവങ്ങൾ, ഇനിയിപ്പോൾ പുറത്തേക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ തുണി വാങ്ങി സ്റ്റിച്ച് ചെയ്യാറ് തന്നെയാണ് പതിവ്. അപ്പോൾ അതിന് കുറേ പഴക്കമുണ്ട് ആ മെഷീനിന്. അങ്ങനെയൊക്കെ കൂടെ നാശമായിട്ട് പിന്നെ അത് ഞാൻ ഇങ്ങനെ വേറെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വീടൊക്കെ മാറുമ്പോൾ, അപ്പം ഞാൻ കല്യാണം കഴിഞ്ഞ് മാറിയപ്പോൾ പിന്നെ അമ്മയ്ക്ക് അത് കൊണ്ടുവന്നോളാൻ പറഞ്ഞു. എനിക്കിങ്ങനെ ഇരുന്ന് തുന്നാൻ വേണ്ടിയിട്ടും വെട്ടി തുന്നാൻ വേണ്ടിയിട്ടും പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പിന്നെ അത് എൻ്റെ കയ്യിലാണ്. പിന്നെ എനിക്കത് ഒഴിവാക്കാനും തോന്നിയിട്ടില്ല, വേറെ പുതിയതൊന്നും വാങ്ങാനും തോന്നില്ല. അതങ്ങോട്ട് ഒഴിവാക്കി വിടുമ്പോൾ എന്തോ പോലെ ഒരു ഇടഞ്ഞേറാണ്. അപ്പം അതിനെ ഞാൻ തുന്നി കൂട്ടും. പിന്നെ അതിൻ്റെ ഒരു കാലൊക്കെ പോകുന്നുണ്ടായിരുന്നു പൊട്ടിയിട്ട്. എന്നിട്ട് അച്ഛൻ അതും ഒരു മരം വെച്ച് സ്ക്രൂ ചെയ്തിട്ടൊക്കെ തന്നിട്ടുള്ളത്. അങ്ങനെ ഒരു പൊട്ട മിഷീനാണ്. പക്ഷെ അത് ഓയിലൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ്. നമുക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ തന്നെ ധാരാളം. അപ്പോൾ അത് കൊടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് എപ്പോഴും അമ്മ പറയും. പക്ഷേ അത് അങ്ങനെ കൊടുക്കാനും ഇവിടെ തോന്നൂല്ല. നമുക്ക് പിന്നെ അത്രയും പറ്റാതെ ആകുമ്പോൾ നമുക്ക് കൊടുത്തിട്ട് വേറെ വാങ്ങാന്നല്ലാതെ ഇപ്പോൾ നമ്മുടെ ആവശ്യത്തിനൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് തുണി ഞാൻ കാണിച്ചു തരാം കേട്ടോ, സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇപ്പോൾ അടുക്കള പരിപാടിയൊക്കെ കഴിഞ്ഞു, കറിയായി. ഇനി ഇവിടെ ഒന്ന് ഈ ഒരു ഗ്യാസ് സ്റ്റവ് ഒന്ന് കഴുകാണ്ട് ഞാൻ കറി കുറച്ച് തൂവി പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടാറിയിട്ട് ഒന്ന് മാറ്റി വെച്ചത് സെറ്റ് ചെയ്തിട്ട് പോവാം. ഒരു സമാധാനമല്ലേ. ഒരു മിനിറ്റ് കേട്ടോ. ഇതിങ്ങനെ ചൂടത്ത് ചെയ്യുന്ന വൻ വേണ്ടി ഇത്ര കേട്ടോ. പക്ഷെ എനിക്കിത് പിന്നേക്ക് ഇടുമ്പോൾ ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് അത് ആരും ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ പിന്നെ കൈ നോക്കും, ചിലപ്പോൾ എന്നെ കൊള്ളാറുണ്ട്. എന്നാലും ഇതിങ്ങനെ ഇട്ടിട്ട് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാട്ടോ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ കുറച്ചിട്ട് ചെയ്താലൊക്കെ മതി. വലിയ വലിയ കാര്യം നല്ല. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഞാനത് അപ്പം അങ്ങോട്ട് വൃത്തിയാക്കി ഇടുന്നതാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ കിടക്കുമ്പോഴേക്ക് ആരെങ്കിലുമൊക്കെ വരിക. അപ്പം ആ വരുന്ന ഒരു വ്യക്തി പിന്നെ നമ്മൾ ഇത്രയും വൃത്തിയാക്കിയിട്ടതൊന്നും അല്ലെങ്കിൽ വിടർന്നൊന്നും അവരറിയില്ല. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാണെന്നൊന്നും അവർക്ക് ഈ കാണുന്ന ഒരു നമ്മളെല്ലാവരും അങ്ങനെ തന്നെയല്ലേ, കാണുന്ന ഒരു കാഴ്ചയിൽ വിലയിരുത്തുന്ന ആൾക്കാരാണല്ലോ നമ്മൾ. അപ്പം അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം എനിക്കൊരു ടെൻഷനാണ്. അപ്പം ആരെങ്കിലും കയറി വരുമോ, അപ്പം നമ്മൾ ഇത് ഉണ്ടാക്കാനാണോ നേരാക്കാനോ ഓടുക എന്നൊക്കെ തോന്നും. അപ്പോൾ അതാത് സംഭവങ്ങൾ അപ്പം അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറക്കില്ലല്ലോ. മറവി കുറച്ച് കൂടുതലാണ്. അപ്പം അതതിൻ്റെ വൃത്തിക്ക് അങ്ങനെ കിടന്നോളും. അതാട്ടോ ഇത്ര തിട്ടി പിടിച്ചൊരു ചെയ്യുന്നല്ല. അർത്ഥത്തിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ റെഡി ആയിട്ടോ, ഒക്കെ വൃത്തിയായി. നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വെട്ടാം. അതിനിപ്പോൾ എങ്ങനെ വെട്ടണം, എന്ത് വെട്ടണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. നോർമൽ ചുരിദാറാണോ, എനിക്ക് ഞാൻ 2 മീറ്റർ എടുത്തുകൊണ്ട് പരാഗന്നൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് ലെങ്ത്തും വീതിയൊക്കെ ഇഷ്ടംപോലെ കാണും. ഞാനന്ന് ചാസിയെന്ന് പോയി എടുത്തതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ വീതിയും കാര്യങ്ങളൊന്നും നോക്കിയില്ല. 2 മീറ്റർ ഉണ്ടാവും ജസ്റ്റ്. നമുക്കിപ്പോൾ ഹാഫ് കൈന് വേണ്ടിയിട്ടല്ലേ. ചിലത് അവിടുന്ന് 2 മീറ്ററൊക്കെ വാങ്ങുമ്പോൾ ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ വാങ്ങണ്ട വിചാരിച്ചു. പിന്നെ അത് പൂജട്ടിക്ക് വേണമെന്നും 2 അഭിപ്രായം പറഞ്ഞപ്പോൾ ഞാനത് 2 മീറ്റർ എടുത്തതാണ്. ഇവിടെ വന്നപ്പോൾ പിന്നെ പൂജട്ടിക്ക് വേണ്ട പറഞ്ഞു. അപ്പോൾ ഞാൻ നമുക്ക് തുന്നാന്ന് വിചാരിച്ചു. വീട്ടിലിടാനല്ല, ഇപ്പോൾ ലെങ്ത് കുറഞ്ഞാലും ആ മറ്റേ പലാസോ പാൻറ്റലിക്ക് അതിലിടാമല്ലോ. അപ്പം അങ്ങനെ വിചാരിക്കുക. അപ്പം നമുക്കിന്നത് കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ചിട്ട് മൂഡ് തോന്നുകയാണെങ്കിൽ ഇന്ന് സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തിട്ട് അടുത്ത ബ്ലോഗിൽ ഞാനത് കാണിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഇവിടെയൊക്കെ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോവാം. അപ്പം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മെഷീൻ. അപ്പോൾ ഇതിന് ഒരുപാട് പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഒരു സ്റ്റെക്ക് ഇങ്ങനെ ഇവിടെ കൊണ്ടൊക്കെ സ്റ്റെക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ കൊണ്ടുവന്ന് നേരാക്കിപ്പിക്കും. പക്ഷെ അത് വീട്ടിൽ അങ്ങനെ നേരാക്കാൻ തന്നെ ഒരുപാട് ക്യാഷ് വേണ്ടി വരുമല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് പിന്നെ മാറ്റാൻ തോന്നാറില്ല. നമുക്ക് പിന്നെ അധികം പൊട്ടയാവുകയാണെങ്കിൽ മാറ്റാം. അപ്പം അതിൻ്റെ കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്കത് ഉപകാരപ്പെടുന്നുണ്ടല്ലോ. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ ആ മീറ്റർ എടുത്തിട്ടുണ്ടായത്. 80 രൂപയും കണ്ടിട്ടേ ഉള്ളൂ ഇതിന്. എന്നാലും ഒരു ടോപ്പിനുള്ള കഷ്ടിക്കൊരു ടോപ്പിനൊക്കെ ഉള്ളതാ ഇത് കാണുന്നുണ്ടോ. ഇത്രയും ഒരു ടോപ്പിൻ്റെ ഒക്കെ അത്യാവശ്യമുള്ളതുണ്ട്. അപ്പം നമുക്ക് ഇതുകൊണ്ടൊരു ടോപ്പ് തുന്നണം. സിമ്പിളായിട്ടത് വീട്ടിലിടാൻ വേണ്ടിയിട്ട് ടപ്പയും തന്നെ തുന്നാൻ പറ്റും.
അപ്പോൾ അത് വെട്ടി വെക്കാൻ വേണം. അപ്പം ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ ഒരു കുഞ്ഞ പരിപാടിയായിട്ട് പോകണം. അപ്പോഴേക്കും പിള്ളേർ വരും. അപ്പോൾ എന്താ ചെയ്യാൽ, എന്നിട്ട് അത് കഴിഞ്ഞ് എനിക്ക് വിശക്കണില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ, സീ യു.